നമസ്കാരം. 1.5 വയസ്സുള്ള കുഞ്ഞുമായി ഷാർജയിലെ ഫ്ളാറ്റിൽ നിന്ന് നാട്ടിലേക്ക് രക്ഷപ്പെടാൻ പലതവണ ശ്രമിച്ചിട്ടും പാസ്പോർട്ടും മറ്റ് രേഖകളുമടക്കം നിതീഷ് കൈക്കലാക്കിയതോടെയാണ് വിഭജികയും കുഞ്ഞും ഷാർജയിൽ പെട്ടുപോയത്. കുഞ്ഞ് ജീവിതത്തിൽ വന്നതിനു ശേഷമെങ്കിലും മാറുമെന്ന് വിചാരിച്ച വിഭജികയ്ക്ക് പക്ഷേ തെറ്റി. ഒടുവിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ 9 ഉച്ചയ്ക്കാണ് വിഭജികയും മകൾ വൈഭവിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഡിവോഴ്സ് വേണമെന്ന് നിർബന്ധിച്ച് എപ്പോഴും നിതീഷ് മാനസികമായി പീഡിപ്പിക്കുമായിരുന്നു. ഡിവോഴ്സ് നോട്ടീസ് വക്കീൽ അയക്കുന്നതിന് 3 ദിവസം മുൻപാണ് നിതീഷ് വഴക്കിട്ട് ഫ്ളാറ്റ് മാറിപ്പോയത്. തുടർന്ന് 9 ഉച്ചയ്ക്ക് ജോലിക്കാരി ഫ്ളാറ്റിലെത്തി വിളിച്ചിട്ടും ആരും കതക് തുറക്കാത്തതിനാൽ ജോലിക്കാരി നിതീഷിനെ വിളിക്കുകയായിരുന്നു. തുടർന്ന് നിതീഷ് എത്തി കതക് തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് മരണവിവരം പുറത്തറിയുന്നത്. ആത്മഹത്യക്കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷമായിരുന്നു വിഭജിക തൂങ്ങി മരിച്ചത്. നിതീഷ് എത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോസ്റ്റ് ഡിലീറ്റ് ആയിരുന്നു. എന്നാൽ അപ്പോഴേക്കും ആത്മഹത്യക്കുറിപ്പും ശബ്ദ സന്ദേശവും നിതീഷിന്റെ സ്വഭാവ വൈകൃതങ്ങൾ തെളിയിക്കുന്ന വീഡിയോയും ഫോട്ടോയും ലഭിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. വിഭജികയുടെ സഹോദരന്റെ ഭാര്യയാണ് ആത്മഹത്യക്കുറിപ്പിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചതും സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും നൽകിയതും. നിതീഷിന്റെ നിരവധി ചിത്രങ്ങളാണ് ബന്ധുക്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. നിതീഷ് അടിവസ്ത്രം ധരിച്ചു നിൽക്കുന്ന ചിത്രങ്ങളടക്കം ബന്ധുക്കൾക്ക് ലഭിക്കുന്നത് സുഹൃത്തുക്കൾ വഴിയാണ്. ഇപ്പോൾ ഉരുത്തിരിയുന്ന ഒരു ചോദ്യം വിഭജികയെ കൊന്നതാണോ എന്നതാണ്. അതേസമയം വിഭജികയുടെ ഡിലീറ്റഡ് പോസ്റ്റ് എന്ന രീതിയിലാണ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. വിഭജിക തല മുണ്ടനം ചെയ്തു നിൽക്കുന്ന ഫോട്ടോ കണ്ട് ബന്ധുക്കൾ ഷാർജയിലെ സുഹൃത്തിനോട് വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് സഹോദരി നീതുവിനേക്കാൾ സൗന്ദര്യമുണ്ടെന്ന് ആരോപിച്ച് നിതീഷും നീതുവും ചേർന്ന് മുടിമുറിച്ച കഥ അറിയുന്നത്. വിഭജിക അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളുടെ കൂടുതൽ തെളിവുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നിരുന്നു. ഗർഭിണിയായിരുന്നപ്പോൾ പോലും വിഭജികയ്ക്ക് ക്രൂര പീഡനം ഏൽക്കേണ്ടി വന്നു. കഴുത്തിൽ ബെൽറ്റ് ഇട്ട് മുറുക്കുകയും മർദ്ദിക്കുകയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. കുഞ്ഞ് ജനിച്ച ശേഷവും പീഡനം തുടർന്നു. കുഞ്ഞിന് പനി കൂടിയിട്ട് പോലും ആശുപത്രിയിൽ എത്തിക്കാൻ പോലും നിതീഷും സഹോദരി നീതുവും സമ്മതിക്കാതെ ഇരുവരെയും മുറിയിൽ പൂട്ടിയിടുകയായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. പീഡനം സഹിക്കാൻ കഴിയാതെ വിഭജിക നാട്ടിലേക്ക് മടങ്ങാൻ ശ്രമിച്ചപ്പോൾ കുഞ്ഞിന്റെ തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ നിതീഷ് കൈക്കലാക്കിയിരുന്നു. വിഭജിക സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ആത്മഹത്യക്കുറിപ്പ് വഴിയാണ് ഭർത്താവ് നിതീഷ്, സഹോദരി നീതു, പിതാവ് മോഹനൻ എന്നിവരിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന കൊടിയ പീഡനം പുറംലോകം അറിഞ്ഞത്. നിതീഷ് വിവാഹമോചനത്തിന് ശ്രമിക്കുന്നുണ്ടെന്നും അത് നടന്നാൽ ജീവിച്ചിരിക്കില്ലെന്നും വിഭജിക അമ്മയോട് പറഞ്ഞിരുന്നു. ഇതിനിടെ നിതീഷ് വക്കീൽ നോട്ടീസും അയച്ചു. വക്കീൽ നോട്ടീസ് അയച്ചതിന്റെ നിരാശയിലാകാം വിഭജിക ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു ബന്ധുക്കൾ ആദ്യം കരുതിയത്. എന്നാൽ ആത്മഹത്യക്കുറിപ്പ് ലഭിച്ചതോടെയാണ് പീഡന വിവരം ഉൾപ്പെടെ പുറത്തു വരുന്നതും. അതേസമയം മകളെ UAE തന്നെ സംസ്കരിക്കാനും നിതീഷ് ശ്രമിച്ചു. എന്നാൽ ഇന്ത്യൻ കോൺസുലേറ്റ് ഇതിന് അനുവദിച്ചില്ല. ഇതോടെ 2 മൃതദേഹവും കേരളത്തിലെത്തിക്കാനുള്ള സാധ്യത തെളിയുകയാണ്. ഷാർജയിലും നിതീഷിനെതിരെ പരാതി കൊടുക്കും. കേരള പോലീസിന്റെ കേസെടുക്കലിനെ തുടർന്ന് ഒളിവിൽ പോയ നിതീഷ് നേരിട്ടെത്തി ചില ഇടപെടൽ നടത്തിയിരുന്നു. പക്ഷേ ഇതൊന്നും വിജയം കണ്ടില്ല. അങ്ങനെ കുഞ്ഞിന്റെ സംസ്കാരം മാറ്റിവെക്കുകയായിരുന്നു. ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടലിനെ തുടർന്നാണ് ചൊവ്വാഴ്ച വൈകിട്ട് നടത്താനിരുന്ന വൈഭവിയുടെ സംസ്കാര ചടങ്ങ് മാറ്റിവെച്ചത്. സംസ്കാരം സംബന്ധിച്ച വിഭജികയുടെ ഭർത്താവ് നിതീഷ് ഇന്ത്യൻ കോൺസുലേറ്റിൽ ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിലാണ് സംസ്കാരം മാറ്റിവെക്കാൻ തീരുമാനമെടുത്തത്. നിതീഷിനെ നിർബന്ധപൂർവ്വം വിളിച്ചു വരുത്തുകയായിരുന്നു. വൈഭവിയുടെ മൃതദേഹം ചൊവ്വാഴ്ച വൈകിട്ട് തന്നെ ഷാർജയിൽ സംസ്കരിക്കാനായിരുന്നു നിതീഷിനെ കുടുംബത്തിന്റെ നീക്കം. എന്നാൽ ഇത് തടയണമെന്നും മൃതദേഹം നാട്ടിൽ സംസ്കരിക്കണമെന്നും ഷാർജയിലെത്തിയ വിഭജികയുടെ അമ്മ ഷൈലജ ആവശ്യപ്പെട്ടു. തുടർന്നാണ് ഇന്ത്യൻ കോൺസുലേറ്റ് വിഷയത്തിൽ ഇടപെട്ടത്. കുഞ്ഞിന്റെ മൃതദേഹവുമായി നിതീഷിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ശ്മശാനത്തിലെത്തിയിരുന്നു. ഇതിനിടയിലാണ് ഇന്ത്യൻ കോൺസുലേറ്റ് വിഷയത്തിൽ ഇടപെടുന്നത്. തുടർന്ന് സംസ്കരിക്കാനായി കൊണ്ടുവന്ന മൃതദേഹം തിരികെ കൊണ്ടുപോവുകയായിരുന്നു.